ഇനി ശിർക്ക് ചെയ്യുന്ന ആളുകൾ അവർ ആരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ ഈ പ്രാർത്ഥിക്കപ്പെടുന്നവർ പരലോകത്ത് വെച്ച് അവർക്കെതിരെ തിരിയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഉദാഹരണത്തിന് ഈസാ അലൈഹിസ്സലാമിനെ വിളിച്ച് ആരാധിക്കുന്ന ഈസാ നബിയോട് പ്രാർത്ഥിക്കുന്ന ആളുകൾക്കെതിരെ ഈസാ നബി അലൈഹിസ്സലാം പരലോകത്ത് തിരിയും. മലക്കുകളെ ആരാധിക്കുന്നവർക്കെതിരെ മലക്കുകൾ പരലോകത്ത് തിരിയും. വിശുദ്ധ ഖുർആൻ ആ കാര്യങ്ങളൊക്കെ നമ്മെ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു പറയുകയാണ്, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും, നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, ഇനി കേട്ടു എന്ന് സങ്കൽപ്പിച്ചാലും അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയുമില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കുന്നതാകുന്നു. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, സൂക്ഷ്മജ്ഞാനിയായ അല്ലാഹുവിനെ പോലെ നിനക്ക് വിവരം പറഞ്ഞു തരാനായി മറ്റാരും തന്നെ ഇല്ല. സൂറത്തു ഫാത്തിറിന്റെ 14-ാമത്തെ ആയത്താണ്. അതുപോലെ തന്നെ സൂറത്തു അൽ അഹ്ഖാഫിന്റെ 5-6 ആയത്തുകളിൽ കാണാം, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ തനിക്ക് ഉത്തരം ചെയ്യാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെക്കാൾ വഴിപിയച്ചവൻ ആരുണ്ട്? അപ്പൊ ഏറ്റവും വലിയ വഴിപിയവ് എന്താണ്? അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കലാണ്. വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, ഈ പ്രാർത്ഥിക്കപ്പെടുന്നവരാകട്ടെ ഇവരുടെ പ്രാർത്ഥനയെപ്പറ്റി അശ്രദ്ധരാകുന്നു. മുഹ്യിദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനൊരാളെ സംബന്ധിച്ച് പോലും മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ അറിയുകയില്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മറമാടപ്പെട്ട ആളാണ് അദ്ദേഹം. ഇവരെപ്പറ്റി യാതൊന്നും അറിയുകയില്ല. മനുഷ്യരെയെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന മഹ്ശറിൽ വെച്ച് ഈ പ്രാർത്ഥിക്കപ്പെട്ടവർ പ്രാർത്ഥിച്ചവരുടെ ശത്രുക്കളായിരിക്കും. അല്ലാഹുവിന്റെ കോടതിയിൽ നിഷേധിക്കും, റബ്ബേ ഇവര് ഞങ്ങളെ ആരാധിച്ചത് ഞങ്ങളറിയില്ല എന്ന് പറഞ്ഞ് ഇവർക്കെതിരെ തിരിയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു.